ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്ന് ലോകത്ത് എല്ലായിടത്തും ചെറിയ പെരുന്നാളുള്ള പോലെ ഇന്ന് ഇവിടെ ലാറ്റ്വിയയിലും ഇന്ന് ചെറിയ പെരുന്നാളാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വ്ളോഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷവും അങ്ങനെ ചെയ്തായിരുന്നു, പക്ഷേ അത് ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഇവിടുത്തെ പള്ളിയല്ല, ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെയൊക്കെ ചെറിയ ചെറിയ പള്ളി ആയതുകൊണ്ട് നമുക്ക് ഈ പെരുന്നാളൊന്നും പിന്നെ എല്ലാവരും ഒത്തുകൂടാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പോകണം. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരും കൂട്ടാൻ. അപ്പോൾ ഞാൻ ഇപ്പോഴേ റെഡിയായി നിന്നാണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം ഏകദേശം 9 മണിക്കാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഏകദേശം 8 മണി 8:30 ആകുമ്പോൾ എത്തണം. മുസല്ല പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ. പിന്നെ അതിനിപ്പോൾ അത് കഴിഞ്ഞിട്ട് 10 മണിക്കാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലുള്ള പോലെ എനിക്ക് പ്രീ ഡിഫൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ലാപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അഥവാ ചിലപ്പോൾ 10 മണി ആയാൽ കാറിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ എന്തായാലും നോക്കാം ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്താവുന്നൊക്കെ. നമുക്ക് പോകാനുള്ള വണ്ടി വന്ന് അപ്പം എല്ലാം പള്ളിയിലോട്ട് പോവാം. കാർ പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് കാറൊക്കെ ആയിട്ട് വെച്ച് പിന്നെ എല്ലാം അങ്ങോട്ടേക്ക് നടന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഓഡിറ്റോറിയം ഒക്കെ ഫുള്ളാണ്. ബാക്കി എല്ലാവരും പുറത്ത് മാറ്റൊക്കെ വിരിച്ച് അങ്ങനെ നിൽക്കുക. പിന്നെ ഉള്ളിലെത്തി ഈ മാറ്റ് വിരിക്കാനൊരു സ്ഥലം കിട്ടണില്ല, മുസല്ല. അപ്പോൾ ഞങ്ങൾ അതും തപ്പി കുറച്ച് നടന്ന് പിന്നെ കിട്ടി. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ നിസ്കാരം. തണുത്ത ഐസായി. എന്തായാലും ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് വന്നവർ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ആൾക്കാർ, പിന്നെ അപ്പുറം സൈഡിലുണ്ട്. എന്തായാലും തണുത്തൊരു തീരുമാനമായി. കൈയൊക്കെ തണുത്ത ഐസായി. ആദ്യമായിട്ട് ജാക്കറ്റ് എടുക്കാണ്ടൊന്ന് ഇറങ്ങിയതാ, വൻ സീന്. അങ്ങനെ വന്ന് ഇവിടെ ആദ്യമായിട്ട് പുറത്തുനിന്ന് പെരുന്നാൾ നിസ്കരിക്കുന്നു, അത് ഈ തണുപ്പത്ത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുറേ പേരുണ്ട് പുറത്ത്. ഉള്ളിലെങ്കാട്ടിലും ഡബിൾ ആൾക്കാർ പുറത്തുണ്ടാവും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ തണുപ്പത്ത് വിഷയം. നമ്മളെ ഇമാമതാ ഏറ്റവും ഫ്രണ്ടിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ ഫ്രണ്ടിൽ തന്നെ നിൽക്കണ്ടേ. എന്തായാലും അതാ കഴിഞ്ഞ് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു പുറത്ത്. ലാറ്റ്വിയയിലത്തെ ചെറിയ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒന്നും പറയാനില്ല. ഭയങ്കര തണുപ്പായിരുന്നു. പുറത്ത് നിന്നിട്ട് ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വലിയ സ്ഥലം ആൾക്കാരുണ്ട്. ഇത് തണുത്ത സീന്. ഇനിയുണ്ട് ഉള്ളിൽ ആൾക്കാർ. പുറത്തിറങ്ങാൻ ചെറിയ വഴി തന്നെ വരണം. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. നമുക്ക് ഇനി നേരെ റൂമിൽ പോവാ. ഡിഫൻസ് പ്രീ ഡിഫൻസ് കൂടി കഴിഞ്ഞാലേ അപ്പം ഫ്രീ ആവുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ ജുമാക്കും പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നിഷാനെ, ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയുണ്ട് നിസ്കാരം? തണുത്ത ഐസായില്ലേ? കാലൊന്നും ഇല്ലതായി, അത്രയ്ക്ക് ഫ്രീസായി. കഴിഞ്ഞ പെരുന്നാളിലൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ സമയം കഴിഞ്ഞാലൊക്കെ വീട്ടിൽ പോയി. ഇത് കഴിഞ്ഞ പാടെ ഇറങ്ങി ഓടുക എല്ലാവരും. എന്നാലും മാഷാ അല്ലാഹ് പെരുന്നാൾ എല്ലാവരും ഹൈറായിട്ട് കൂടി. വലിയ സീനാകുന്നതിൻ്റെ മുന്നേ തന്നെ തീർന്നു. കുത്തുബൊക്കെ ഒന്നും നിന്നില്ല. പുറത്ത് അത്രയ്ക്ക് സീനാണ്. അപ്പം തന്നെ 9:30 മണിയായി. 10 മണിക്കാണ് ഡിഫൻസ്. അപ്പോൾ ഇതിൻ്റെ റൂമിലേക്കോട്ട് പോകണം. എടാ എന്നെ കൂടെ കഴിയൂല, വണ്ടി നീ തന്നെ എടുത്തോ. വേണം കേട്ടോ. 10 മണിക്ക് നമുക്ക് മുന്നിലെത്തണം. അങ്ങനെ എൻ്റെ പ്രസൻറ്റേഷൻ തുടങ്ങി. ഞാൻ കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് വേറൊരാളുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്തായാലും നോക്കാം എന്താവും. എന്തായാലും കറക്റ്റ് 10 മണിയാകുമ്പോൾ സിസ്റ്റത്തിന് മുന്നിലെത്തി. അങ്ങനെ പ്രീ ഡിഫൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് പിന്നെ കുറച്ച് സീനായിരുന്നു. ഞാൻ പിന്നെ വിട്ടൊന്നും കൊടുത്തില്ല, കുറേ അങ്ങോട്ടും പറഞ്ഞു. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ തന്നെ സെറ്റാക്കാം. ഇത് മുബാറക്. കുറച്ച് ഫോട്ടോഷൂട്ടിനൊക്കെ വന്നാൽ പെരുന്നാളായിട്ട് ഫോട്ടോഷൂട്ട് ഇല്ലാണ്ട് എന്ത് പരിപാടി. അതാ ഞങ്ങൾ അടിപൊളി ലൊക്കേഷനിലേക്ക് വന്നാൽ. അപ്പോൾ നല്ല വെയിൽ വന്നു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവാണ്. അപ്പം മെല്ലെ ഇവിടെ ഇട്ട് നല്ല തണുപ്പാട്ടെ ഇന്ന്. കുറച്ച് ദിവസമൊക്കെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പിന്നും നല്ല തണുപ്പ് കൂടി. പെരുന്നാളായിട്ട് KFC. അങ്ങനെ KFC ലെഗ് ഒരു ഭക്ഷണം കഴിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പിന്നെ ബിരിയാണി ഉണ്ട്, അത് കഴിക്കും. അപ്പോൾ നമ്മളെ ഫുഡ് വന്നു. നൈസായിട്ട് ഫുഡ് കഴിക്കാം. KFC ഫുഡും കഴിച്ച് മെല്ലെ ഇറങ്ങി. ഇനിയിപ്പോൾ
അടുത്തത് ഫുഡ് കളക്ട് ചെയ്യണം, പിന്നെ പള്ളിയിൽ പോകണം. അൻസബിക്ക പുതിയ ഓടിയൊക്കെ എടുത്തിട്ട് ഇനി ഓടിയില്ലല്ലോ അൻസബ കളി. കയറിക്കോ. ഇന്നേക്കുള്ള ബിരിയാണിയൊക്കെ സെറ്റായാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പള്ളിയിലോട്ട് പോവാം. പള്ളി കഴിഞ്ഞിട്ട് ഇനി ഇത് കഴിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റ് ചെയ്യണം. എന്തായാലും നോക്കെന്താവുന്നു. വെള്ളിയാഴ്ച പള്ളിയിലത്തെ നിസ്കാരം കഴിഞ്ഞ് ഇനി നേരെ റൂമിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. ഇങ്ങനെ ഓരോരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി റൂമിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി. എങ്ങനെയുണ്ട് നോക്ക് ഫസ്റ്റ് ഇംപ്രഷൻ. ഓ അച്ചാറുള്ളില്ല. കൊള്ളാം കൊള്ളാം, കഴിച്ചു നോക്കട്ടെ. ബിരിയാണി കാണുമ്പോൾ ഒക്കെ നല്ല രസം. എന്തായാലും ഇനി കഴിച്ചിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. റൈസ് പക്ഷേ റൈസ് കുറച്ച് വേവോറുണ്ടെന്ന് തോന്നുന്നു. നല്ല ബസ്മതി അല്ലേ? ഇതെന്റെ പകുതി ഉണ്ട്, അത് കിട്ടും. അത് കുഴപ്പമില്ല. ഫുഡ് കഴിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞപ്പോഴത്തിന് രാത്രിയായി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മാളിൽ ഞങ്ങൾ മറ്റേ ബൗളിംഗ് ഇല്ലേ അത് ബുക്ക് ചെയ്തതിന്. അപ്പോൾ അങ്ങോട്ടേക്ക് മെല്ലെ പോവാണ്. അങ്ങനെ പെരുന്നാൾ ഏകദേശം തീരാനായി. അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടുത്തെ പെരുന്നാൾ സ്റ്റോറീസ്. എന്നാലും തണുപ്പ് ഒരു കുറവുമില്ല കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മളെ റിഗയിലുള്ള അത്യാവശ്യം വലിയൊരു മാള്, അക്രോപോൾ റിഗ എന്ന് പറയും. ആ ബോളിങ്ങിൻ്റെ ഇതോടെ കഴിഞ്ഞാൽ നമുക്കിത് സമാധാനമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതിനുള്ളിൽ കയറിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. എന്തായാലും ഇനി ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനോ കുടിക്കാനോ കഴിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. ഞാനിവിടെ മാളിലത്തെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലാറ്റ്വിക്ക് ഇൻ്റർനാഷണൽ ടീമൊക്കെ ഉള്ളൊരു ഗെയിമാണ് ഐസ് ഹോക്കി. അതിൻ്റെ ഒരു കോർട്ട് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഗെയിം. ഇത് ലാറ്റ്വിൻസിൻ്റെ ഒക്കെ മെയിൻ ഒരു ഗെയിമാണ് ഐസ് ഹോക്കി. സ്കേറ്റിങ്ങും അറിയണം, ഹോക്കിയും അറിയണം. ഭയങ്കര രസം, ഭയങ്കര ഫാസ്റ്റ് അവരെ ഗെയിം. ഇവരിത് ഏതെങ്കിലും സ്റ്റേറ്റ് ടീമോ ഇൻ്റർനാഷണൽ ടീമോ ഒക്കെ ആയിരിക്കും. കാരണം ഇവർ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇങ്ങോട്ടാണ് വരിക. കണ്ടോ, ഇതെല്ലാം ഗംഭീര കളിയാട്ടോ. അത്യാവശ്യം അടിപൊളി ടീമാണ്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളായിരിക്കണം. അപ്പുറത്ത് മറ്റേ ടീമിൻ്റെ ഉണ്ട്. നമ്മളെ അത് അതിർത്തിയിലാണ്ട് പുറമ്പോക്കുകൾ. എന്താ ചെയ്യാ, അതെ ഒരു തണ്ടി വന്നേക്കണം. വ്ളോഗിലുണ്ട്. മറ്റേ ലൊക്കേഷൻ എവിടെ? ബോളിങ് മേള. അപ്പം എല്ലാം അങ്ങോട്ടേക്ക് പോവാം. എന്താ ഈ തണുപ്പത്ത് ഐസ്ക്രീം തന്നെയാണ്, നിന്നൊക്കെ സമ്മതിക്കണം. ഇവരൊക്കെ എന്താ ആൾക്കാരല്ലേ. അങ്ങനെ ഇവിടെ നല്ലതാ ഗെയിമും കണ്ട് ഇതാ കോഫി. ഇതാ അവിടെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുക. റിഫാനൊക്കെ ഒരേ തീറ്റി. എങ്ങനെയുണ്ട് ഐസ്ക്രീം വിഷ്ണു? നല്ല മെഗ്ഡീൻ്റെ പ്രൊമോഷനാ. ആ ഞങ്ങളൊക്കെ ഇതാ തിന്ന് തീർത്ത്. ഇവരിതാ ഇപ്പൊ തിന്നാൻ പോണുള്ളൂ. ഇന്ന് ഓറ പോകുന്നു. ബോളിങ്ങിന് അടിച്ച് കയറ്റാ ഫുഡ്. ബോളിന്റെ കൂടെ അങ്ങോട്ട് പോകണ്ടെന്നാ മതി. കട കൂട്ടി. ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് 10 മണിക്കാ, 9 മണിക്ക് മാള അടിക്കുക. എന്തായാലും നോക്കാം. അങ്ങനെ ഷാഹിലിന്റെ പുതിയ എയർപോർട്ട് ചെക്കിംഗ് ആണ്. ഓ ഏതാ മ്യൂസിക് ഉണ്ടോ? ഏതാ ഞെട്ടി പോണ്. അങ്ങനെ ഷാഹിൽ ഇതാ ട്രെൻഡിനൊപ്പം. എവിടെ ഫുൾ ചെക്കിംഗ് ആണ് വിഷയം. ഇതൊക്കെ എന്ത്. അങ്ങനെ നമ്മൾ ബൗളിംഗ് ചെയ്യാൻ പോവാണ്. ഈ വ്യക്തിയാണ് ആകെ ഇതിൽ ചെയ്തത്, ബാക്കി ആരും ഇത് ചെയ്തിട്ടില്ല. എന്തായാലും നോക്ക എന്താവുന്നു. തല തല്ലി വീഴാതിരുന്നാൽ മതിയായിരുന്നു. എടാ അത് ക്ലോസ് ആയല്ലോ. 10 മണിക്ക് ക്ലോസ് ആവുന്നാണോ? നമ്മളോട് 10 മണിക്ക് വരാനാ പറഞ്ഞത്. അവിടെ താഴെ ഒരേ ഗെയിം കേട്ടോ. ഇവിടെ നല്ല വ്യൂ അങ്ങോട്ടേക്ക്. ഞങ്ങൾ എത്ര ആൾക്കാരുണ്ട്. എന്തായാലും പോയി നോക്കാം. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ബോളിങ് ചെയ്യുന്നത്. എന്താ എൻ്റെ ഈ ബാക്കിൽ കാണുകയാണ് ഇവിടുത്തെ തിയേറ്റർ. എന്താ അപ്പോളോ മാള ഏകദേശം ക്ലോസ് ആയി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ
11 മണിയാവാം, 12 മണി വരെ എങ്ങാനും ഉണ്ട്. നമുക്കൊരു മണിക്കൂറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ബൗളിങ്ങിൻ്റെ സ്ഥലം. നമുക്ക് ഉള്ളോട്ട് കയറി നോക്കട്ടെ. അപ്പോൾ ഇതൊരു കിടിലൻ കസീനോ ഒക്കെ സെറ്റപ്പ് ആട്ടോ, നൈസാണ്. അങ്ങനെ അവിടെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് 7 പേരുണ്ട് ഞങ്ങൾ. അപ്പോൾ ഈ ബൗളിങ്ങിന് നമ്മൾ കണ്ടോ ഷൂ ഒക്കെ എടുക്കണം. അപ്പോൾ എൻ്റെ സൈസ് 44 എടുക്കാം, നമുക്ക് ഷൂ ഇടാം, എന്നിട്ട് ആ തട്ടകത്തിലോട്ട് കയറാം അല്ലേ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ അതാ നമ്മളെല്ലാവരും, ഇതെന്താടാ എല്ലാം ഒരേ കളറാ? സുരേഷ് ചേട്ടൻ്റെ അടയെന്നല്ലേ വാങ്ങിയ എല്ലാ ഷൂ സെയിം. അപ്പോൾ എല്ലാം നമ്മൾ ബോളിങ് പോയി ചെയ്യട്ടെ. ഇതാണ് നമ്മളെ, ഇതാണ്ട് 7 പേരെ പേര്. ഷിബൂക്ക, അജു, എൻസോ, ഇതാണ് നമ്മളെ സ്ഥലം. ഇതായിട്ട് അശു. അത് പോരാ, പവർ പോരാ. ഇതായിട്ട് എൻസോ, ഷായിൽ, എന്നെ മോനെ പൊളി പൊളി. നടുക്കന്നെ പോട്ടെ, അങ്ങോട്ട് ഇടറാ. ജസ്റ്റ് മിസ്, സാറില്ല. ആ അടുത്ത ഷിബൂക്ക. ഓക്കെ, എന്നാ എടുത്തോ, ഇങ്ങനെ തന്നെ എടുത്തോ. 0.5 വായിക്കോ. ഒന്നുകൂടെ. രണ്ടെണ്ണം കൂടെ ഉള്ളു, 2 എണ്ണം കൂടെ. കിട്ടി. യെസ്. അടുത്തായിട്ട് വിഷ്ണു. ആ കറക്റ്റാ എന്റെ മോനെ. അടുത്തായിട്ട് റിഫാൻ. പോട്ടെ. മൂന്നെണ്ണം. ഓ ഇതൊക്കെ മാരൊക്കെ വെയിറ്റാ. ഐസ്കോർ ഇതാ ഷിബൂക്ക 43. 3 ഗെയിം. ഇവിടെ ആനന്ദു കള്ളക്കളി 4 കളി കളിച്ച 41. റിഫാൻ 0. പറ്റുമോ സക്കീർ ഭായ്? തിരിച്ചു വരും. വന്നാ മതി. അമ്പായിക്ക് കാണാം അടുത്ത. റിഫാൻ മൊത്തം 0. റിഫാൻ ഇതെങ്കിലും ഒന്നെങ്കിലും വീണേടാ. റിഫാൻ 3 കളി കളിച്ചിട്ടില്ല, എല്ലാം മൊട്ട. എന്റെ മോന് റിഫാൻ ഒന്നെങ്കിലും. ഭാഗ്യോ. അശു അത് ഫുള്ള് വീത്തി. ഷായില് ആ ഫുള്ള് വീത്തി. വിഷയം. മോനെ അത് സീൻ. ഓ 3 എണ്ണം. അനന്യന്റെ ത്രോ. അയ്യോ അത് അടിപൊളി ത്രോയാ. ഓ ലാസ്റ്റ് 2 എണ്ണം. ഇപ്പോഴത്തെ പോയിന്റൊന്നുമില്ല. അനന്തു 84 മുന്നിട്ട് നിൽക്കുന്നു. ഓ പോളി. അങ്ങനെ ഈ ടേബിളൊക്കെ മാറി കിട്ടോ. ഇതൊരാൾ ജയിച്ച്, അനന്തു 100 അടിച്ചു. ഇനിതാ അടുത്ത കളി തുടങ്ങി. ഇവിടെ ഇനി 7 മിനിറ്റ് കൂടെ ഉള്ളൂ. അങ്ങനെ തന്നെയാന്ന് തോന്നണില്ലേ? ഒന്നും കൂടെ എറി. പുറത്ത്. ലാസ്റ്റ് ഞാൻ 10 എണ്ണം ഇട്ടു കേട്ടോ. ഞാനപ്പോൾ പോയിന്റിൽ മുന്നില്. ഓ
സീൻ സീൻ സീൻ. അപ്പം ഞാൻ തന്നെ അതാ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. 28 പോയിന്റ്. എടാ 0 മിനിറ്റ് കഴിഞ്ഞടാ. എടാ കഴിഞ്ഞടാ ലാസ്റ്റ്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ വൈൻഡപ്പ് എന്തായാലും അടിപൊളിയായില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നേ? റിഫാനെ എവിടെ പോയി? എങ്ങനെയുണ്ട്? എല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞ? പെർഫെക്റ്റ്. ഫൈനൽ അടിപൊളിയായില്ലേ? വിഷ്ണു എങ്ങനെയുണ്ട്? ഗുഡ്. എന്തായാലും ലാസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന എന്തായാലും അടിപൊളിയായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് അതൊക്കെ ചെയ്യുന്നത് ബൗളിങ്. എന്തായാലും കൊള്ളാം. ഇനി ഏത് ഫ്രീ കിട്ടുമ്പോൾ വരാമെന്ന് വിചാരിക്കാം. നോക്കാം. അപ്പോൾ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. ഇനി നേരെ ഏതെങ്കിലും ഫുഡ് കഴിക്കുന്നു, റൂമിൽ പോകുന്നു. പരിപാടി കഴിഞ്ഞു. പെരുന്നാളേ അത്രേ ഉള്ളൂ. ഇനി നേരെ ഷൂ ഒക്കെ ഒന്ന് മാറ്റട്ടെ. ഷൂ മാറ്റണം. അപ്പോൾ ഓക്കെ. ഇവിടെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാ ഫുട്ബോൾ സ്റ്റേഡിയം. എന്താ ഇതൊക്കെ എന്തോ ത്രോയിങ് ആണ്. ഇവിടെ അവർ വേറെ ഗെയിം. എന്നാ അടിച്ച് പൊട്ടിക്ക്. മ്യൂസിക് അല്ലേ ഇത്? ആഹാ അടിച്ച് പൊട്ടിക്ക്. നോക്കട്ടെ. ഓ ഹൈ സ്കോറിലേക്ക് ഒരു 20. ജസ്റ്റ് അടുത്ത ഷായിലിന്റെ പവർ. അതടിച്ചു മോനെ. മെഷീൻ പൊട്ടി. പക്ഷെ എൻ്റെ അത്ര പവറില്ല. പോരാ. റിഫാൻ പഞ്ചർ. അടുത്ത അടിക്കേ. ചാടി അടിക്കേ റിഫാനെ. പോട്ടെ. അത് മോനെ. അത് 900. ഹൈ സ്കോർ. ഹൈ സ്കോർ അടിച്ചടാ. ഹൈ സ്കോർ. യെസ്. അത് പവർ അടി. അത് സെറ്റായിരുന്നു. ആണെന്നെ. അപ്പൊ ഓട്ടെ. ചാടി അടിക്ക്. അടിക്കാങ്ങട്. അടിക്കങ്ങട്. അയ്യേ അത് 200. 220. നമ്മളെ കൊണ്ട് അത്രയൊക്കെ ആവുള്ളൂ. എന്തായാലും ഹൈ സ്കോർ നമ്മൾ മാറ്റിയിട്ടാണ്. ഇതാ പവർമാൻ. പിന്നല്ല. നമുക്ക് അനന്തുവിന്റെയും വിഷ്ണുവിന്റെയും മാരകമായ റേസിംഗ് കാണാം. ഇത് മണല സാൻഡ്. ഓട്ടങ്ങട്. ഏതാ വിഷ്ണു? കാണാനൊക്കെ ആൾക്കാരനല്ലേ സൈഡിൽ? ബ്രേക്ക് എവിടെ? ചേച്ചി എടാ ആനന്ദ് താടാ വെള്ളത്തിലൂടെ നീന്തണേ. പോ. അവിടെ സീൻ വണ്ടിയാ. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ. ഇതൊരു കാറിന്റെ സെറ്റപ്പ് തന്നെ ഉണ്ട്. പൊളി. ആ ഗെയിം തുടങ്ങി. അമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിമും കാര്യങ്ങളൊക്കെ? അടിപൊളിയല്ലേ? അതന്നെ പെരുന്നാളിന് ലാസ്റ്റ് വൈൻഡപ്പ് എന്തായാലും അടിപൊളിയായി. കുറെ നേരം റൂമിലിരുന്ന് കുറെ സമയം പോയി. എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നത് നന്നായി. ആ ബോളിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഗെയിമും എല്ലാം സെറ്റ്. അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കുന്നു, റൂമിൽ പോകുന്നു. അപ്പോൾ പെരുന്നാൾ വ്ളോഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ആ ഫുഡ് കഴിക്കുന്നതും കൂടി ഇട്ടാൽ വീഡിയോ പിന്നെ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് നിർത്താൻ പോവാണ്. മാളൊക്കെ ഏകദേശം ക്ലോസ് ചെയ്ത് ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ ആ ഗെയിമിൻ്റെ സ്ഥലം. അപ്പോൾ ഇനി ഏതെങ്കിലും അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ദിസ് ഈസ് ഷിബ്ലി റഹ്മാൻ. ബൈ.